ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈശോ പലപ്പോഴും പറയുന്ന ഒരു വാക്യമാണിത്. രണ്ടർത്ഥങ്ങൾ ഇതിനുണ്ട്. ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ആരെയും ഞാൻ ഒന്നിനും നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ചെവിയുള്ളവനായി, കേൾവിയുള്ളവനായി, ഗ്രഹണശക്തിയുള്ളവനായി സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ചെവി കൊടുത്ത്, കേൾവിശക്തി കൊടുത്ത്, ഗ്രഹണശക്തി കൊടുത്തിരിക്കുന്ന ചെവിയുള്ളവർ, ചെവിയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് ഈശോ നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. ഇത് രണ്ടാമത്തെ അർത്ഥം. ഈ നോമ്പുകാലം നമ്മൾ കേട്ട് ഒഴിവാക്കിയിരുന്ന ദൈവിക സത്യങ്ങൾ കേട്ടൊഴിവാക്കാനുള്ളതല്ല, സ്വീകരിക്കാനുള്ളതാണ് എന്ന വലിയ ആത്മീയ ബോധ്യത്തിലേക്ക് വരാൻ നമ്മളെ സഹായിക്കട്ടെ. നമ്മളും ചെവിയുള്ളവരും കേൾവിയുള്ളവരും ഗ്രഹിക്കുന്നവരും അത് പ്രാവർത്തികമാക്കുന്നവരും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരുമാകട്ടെ. ആമേൻ.